കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സിലായിട്ട് ലോഗരിതമിക് ഡിഫറൻഷിയേഷന് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. പുതിയ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്നെ പറയാം. ഒരു പ്രോബ്ലം ഞാനിവിടെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ഞാൻ എഴുതിയിട്ടുണ്ട്. ഇഫ് എക്സ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ, പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സിന്റെ ഹോൾ സ്ക്വയർ. ഇതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഈ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഫുൾ മാർക്ക് വരുള്ളൂ. അപ്പൊ ഇതിലിപ്പോ ഒരു ചെറിയ ഹിന്റ് ഉള്ളത്, നമ്മൾ ആൻസറിൽ ഡിവൈ ബൈ എക്സിന് കിട്ടിയിരിക്കുന്ന ആൻസറിൽ ലോഗ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നതിൽ ലോഗൊന്നുമില്ല. തന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, എക്സ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു, അപ്പൊ ലോഗ് ആൻസറിൽ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഹിന്റ് നമുക്ക് കിട്ടി. ലോഗരിതം എടുത്തിട്ടുണ്ട്. ലോഗരിതം എടുക്കുന്നു 2 ഭാഗത്തും. ഓക്കെ, അപ്പൊ log ഓഫ് എക്സ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഇ റേസ് ടു. ഓക്കെ, അപ്പൊ ലോഗിന്റെ പവർ റൂൾ ഉപയോഗിക്കുമ്പോ y ഇൻറ്റു ലോഗ് എക്സ്, y ഇൻറ്റു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് സംഭവിക്കുക? യെസ്, എക്സ് മൈനസ് വൈ മുന്നിക്ക് വരും. അപ്പൊ അത് എക്സ് മൈനസ് വൈ ഒരുമിച്ച് ഒരു ടേം, അത് ബ്രാക്കറ്റ് ഇടുക, ഇൻറ്റു ലോഗ് ഇ. That is ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ y log x is equal to x minus y. എവിടെ പോയി log e? യെസ്, log e to the base e, അത് 1 ആണ്. ഈ ലോഗിന്റെ ഒക്കെ ബേസ് e ആണ്. അപ്പൊ log e to the base e അത് 1 ആണ്. അപ്പൊ ഇൻറ്റു 1 ഉണ്ടാവും. ഓക്കെ, ഡിഫറൻഷിയേഷൻ തുടങ്ങല്ലേ, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു y ഇൻറ്റു log x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് വൈ ഒറ്റക്കുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആൻസറും കൂടി ശ്രദ്ധിക്കണം. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ഡി വൈ ബൈ ഡി എക്സിന്റെ ആൻസറില് എക്സ് മാത്രമേ ഉള്ളൂ, ലോഗ് എക്സ് വൈ ഇല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോ വൈ ഇൻറ്റു എന്നൊക്കെ വരും. വൈ ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. പിന്നീട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അതിന് പകരം വൈനെ, ഇവിടെ ഒരു y ഇൻറ്റു ലോഗ് എക്സും മൈനസ് വൈ ഒറ്റക്കും ഇവിടെ ഉള്ളതുകൊണ്ട് ഈ മൈനസ് വൈ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ y കോമൺ ഫാക്ടർ എഴുതിയാൽ യു ക്യാൻ എക്സ്പ്രസ് y ആസ് എ ഫംഗ്ഷൻ ഓഫ് x ഓൺലി. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. y log x, ആ മൈനസ് വൈ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് വൈ, അവിടെ പിന്നെ ഉണ്ടാവുക x. അപ്പൊ y കോമൺ ഫാക്ടർ ഉണ്ട്. y ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു x. Therefore, y is equal to എഴുതാം x divided by log x plus 1 ഡിവൈഡ് ചെയ്യുമ്പോ log x plus 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 plus log x എന്നും എഴുതാം. ക്ലിയർ അല്ലേ? ഈ ബ്രാക്കറ്റ് അങ്ങ് ഡിവൈഡ് ചെയ്തു. log x plus 1 തന്നെയാണ് 1 plus log x. ഇനി നമ്മള് y നെ x ന്റെ ഫംഗ്ഷൻ ആയി എഴുതിയ സ്ഥിതിക്ക് ഡിഫറൻഷിയേഷൻ എളുപ്പമാണ്. ഡിഫറൻഷിയേറ്റിംഗ് റെസ്പെക്ട് ടു x, ഇടത് ഭാഗത്ത് y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം dy ബൈ dx, വലത് ഭാഗത്ത് d ബൈ dx ഓഫ് ദ കോഷ്യന്റ് x ഡിവൈഡഡ് ബൈ 1 പ്ലസ് log x. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 2 ഫംഗ്ഷന്റെ കോഷ്യന്റ് അല്ലേ, x ഡിവൈഡഡ് ബൈ 1 പ്ലസ് log x കോഷ്യന്റ് അപ്ലൈ കേട്ടോ. അപ്പൊ 1 പ്ലസ് ലോഗ് എക്സ് ബ്രാക്കറ്റ് ഇടണം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1 പ്ലസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് പറയും, 1ൻ്റെത് 0 പ്ലസ് ലോഗ് എക്സിൻ്റെത് 1 ബൈ എക്സ്. അപ്പോ 1 ബൈ എക്സ് ഉണ്ടാവും. all divided by 1 plus log x ന്റെ whole square, denominator ന്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ?
denominator into derivative of numerator minus numerator into derivative of denominator or divided by square of the denominator. That is equal to 1 plus log x into 1 എന്ന് പറയുമ്പോൾ 1 plus log x. ഈ x ക്യാൻസൽ ആയി പോവും. അപ്പം മൈനസ് 1 ഇതിങ്ങനെ ക്യാൻസൽ ആയി പോവും. ഡിവൈഡഡ് ബൈ 1 plus log x ഹോൾ സ്ക്വയർ. അപ്പൊ ഈ 1 പോയില്ലടാ. എന്താ ബാക്കിയുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു log x ഡിവൈഡഡ് ബൈ 1 plus log x ന്റെ ഹോൾ സ്ക്വയർ. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? അപ്പൊ ആദ്യം നമ്മൾ ലോഗരിതം എടുത്തു എന്ന് മാത്രമല്ല, ലോഗരിതം എടുത്ത് കഴിഞ്ഞപ്പോ നമുക്ക് വൈനെ എക്സിലേക്ക് എഴുതാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് എഴുതിയതിനു ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്തു. എപ്പോഴും നിങ്ങൾ വൈനെ എക്സിലേക്ക് എഴുതാൻ പറ്റിയ കേസ് ഉണ്ടെങ്കിൽ അതിനെ എഴുതിയിട്ട് വൈനെ എക്സിന്റെ ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്, അത് പഠിച്ചു വെക്കുക. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്, if x raised to m into y raised to n is equal to x plus y raised to m plus n, prove that dy by dx equal to y by x. എന്താ ഇക്വേഷൻ? x raised to m into y raised to n equal to x plus y raised to m plus n. ഇതും ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ആ ആൻസർ തന്നെ കിട്ടണം. ആ ആൻസറില് നിങ്ങൾ നോക്ക്, dy by dx പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആൻസറില് എമ്മോ എന്നോ ഒന്നും കാണുന്നില്ല. അതില് എക്സും വൈ വളരെ ചുരുങ്ങിയൊരു ആൻസർ ആണ്, y by x. ഈ എമ്മോ എന്നോ ഒക്കെ എത്രയെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ദേ ആർ കോൺസ്റ്റന്റ്സ്. അപ്പൊ ഇവിടെ ഇപ്പോ ഇതിന്ന് dy by dx കാണാൻ നമുക്ക് പ്രത്യേകിച്ച് ലോഗിന്റെ സഹായമൊന്നും ആവശ്യമില്ല. കാരണം എം എന്ന് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വേരിയബിൾ റേസ്റ്റ് വേരിയബിൾ ഒന്നുമില്ല. ഡിഫറൻഷിയേഷൻ ചെയ്ത് വന്നാൽ dy by dx കിട്ടും. പക്ഷെ ഇത്ര ചുരുങ്ങിയ ഒരു സിമ്പിൾ ആൻസർ കിട്ടാൻ അത്ര എളുപ്പമുണ്ടാവില്ല. അവിടെയാണ് നമ്മൾ ലോഗിന്റെ സഹായം നോക്കുന്നത്. എന്താണ്? x raised to m into y raised to n is equal to x plus y raised to m plus n. നമ്മൾ ലോഗ് എടുത്താൽ എന്താണ് സൗകര്യം? ഈ പവറുകളൊക്കെ ഒഴിവായി കിട്ടും, മുന്നിലേക്ക് വരും, പ്രൊഡക്റ്റ് ഉള്ളത് പ്ലസ് ആയി കിട്ടും. ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗത്തും ലോഗ് എടുക്കുന്നു. അപ്പൊ ലോഗ് ഓഫ് എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എം ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റുള്ളത് പ്ലസ് ആവും, n into log y is equal to ഇവിടെ m plus n മൊത്തം മുന്നിലേക്ക് വരും, m plus n into log of log of x plus y. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ഇതിന്ന് വൈനെ എക്സിലേക്ക് ഒന്നും എഴുതാൻ കഴിയില്ല, കാരണം വൈ എക്സ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതങ്ങനെ വൈനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാനൊന്നും കഴിയില്ല, വേണ്ട. ഡിഫറൻഷിയേറ്റിംഗ് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ എം കോൺസ്റ്റന്റ് ആണ്, എം ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എം ഇൻറ്റു ഈ വേരിയബിളിന്റെ ഡെറിവേറ്റീവ് പ്ലസ് എൻ ഇൻറ്റു ലോഗ് വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ലോഗ് വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y എന്ന് പോരാ, 1/y ഇൻറ്റു dy by dx. ഇവിടെ m plus n കോൺസ്റ്റന്റ് ഇൻറ്റു ലോഗ് x plus y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ലോഗിൻ്റെത് 1/x plus y കഴിഞ്ഞില്ല, ഇൻറ്റു ലോഗ് കഴിഞ്ഞാൽ പിന്നെ x plus y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ xൻ്റെത് 1 പ്ലസ് yൻ്റെത് dy by dx. ക്ലിയർ അല്ലേ? എക്സിൻ്റെത് 1, വൈൻ്റെത് dy by dx. നമുക്ക് dy by dx ആ വേണ്ടി. ദാറ്റ് ഈസ് m into 1/x നെ m/x എന്ന് എഴുതാം,
n into 1 by y n by y കൂടെ into dy by dx is equal to m plus n by x plus y into 1. അപ്പൊ m plus n by x plus y into ഈ 1 plus m plus n by x plus y into dy by dx. m plus n by x plus y into dy by dx. നമുക്ക് എന്താ വേണ്ടത്? dy by dx ആണ് വേണ്ടത്. അപ്പൊ dy by dx ഉള്ള ഒരു ടേം ലെഫ്റ്റിലും ഒരു ടേം റൈറ്റിലും ഉണ്ട്. അത് രണ്ടും ഒരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതില്ലാത്തത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ n by y dy by dx, n by y dy by dx ഇവിടെ ഉണ്ട്. ഈ ടേം ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ഉള്ളത് മൈനസ് ആവും. മൈനസ് ഓഫ് m plus n by x plus y into dy by dx is equal to ഈ ടേം കിട്ടും. ഇത് ഇവിടെ ഉണ്ടാവും m plus n by x plus y. ഈ m by x അങ്ങോട്ട് ചെല്ലും. അപ്പോ m plus n divided by x plus y അവിടെ ഉണ്ട്. m by x റൈറ്റിലേക്ക് പോകുമ്പോൾ അത് മൈനസ് m by x ആവും. ദാറ്റ് ഈസ് ഇതിന് dy by dx കോമൺ ഫാക്ടർ എടുത്താൽ dy by dx into n by y minus of m plus n by x plus y equal to m plus n by x plus y minus m by x. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. That is dy by dx into ശ്രദ്ധിക്കട്ടോ, dy by dx into n ഇത് ക്ലോസ് ചെയ്യുക, n into x plus y minus y into m plus n, n into x plus y minus y into m plus n all divided by y into x plus y is equal to വലതു ഭാഗത്ത് അതേപോലെ ക്ലോസ് ചെയ്യുമ്പോൾ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് എം ഇൻറ്റു എക്സ് പ്ലസ് വൈ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ്. ക്ലിയർ അല്ലേ അത്? അപ്പൊ രണ്ട് ഭാഗത്ത് ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് ഒരു ടേം ഇപ്പൊ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എക്സ് പ്ലസ് വൈ രണ്ട് ഭാഗത്തും ഡിനോമിനേറ്ററിൽ ഇൻറ്റു ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ dy by dx into ഈ ബ്രാക്കറ്റ് തുറക്കുക, n into x nx പ്ലസ് n into y മൈനസ് m into y മൈനസ് n into y all divided by ഇവിടെ y ബാക്കി ഉണ്ടാവും is equal to റൈറ്റ് സൈഡിൽ അതേപോലെ ബ്രാക്കറ്റ് തുറന്നാല് m into x mx plus n into x nx minus m into x mx minus m into y all divided by x. ഇവിടെ ഈ ny മൈനസും പ്ലസും കട്ട് ചെയ്ത് പോയി. dy by dx into nx minus my all divided by y. ഇവിടെ ക്യാൻസൽ ചെയ്ത് mx ആണ് പ്ലസും മൈനസും പോവാ, ബാക്കിയുള്ളത് nx മൈനസ് my all divided by x. ഇനി നോക്ക്, രണ്ട് സൈഡിലും ന്യൂമറേറ്ററിൽ ഒരേപോലെ ഒരു ടേം ഉണ്ട്. nx മൈനസ് my ഇവിടെ ഉണ്ട്, nx മൈനസ് my അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കാം. അപ്പൊ ഇനി വളരെ ചുരുങ്ങിപ്പോയി. dy by dx into 1 by y ഇവിടെ 1 by x കണ്ടോ, m n ഒക്കെ പോയി. Therefore last answer dy by dx is equal to y ഇങ്ങോട്ട് ന്യൂമറേറ്ററിലേക്ക് പോകും, y into 1 y divided by 1 into x x. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ലോഗ് എടുത്തപ്പോൾ നമുക്ക് വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് തേർഡ് വൺ ആണ്. ഇഫ് u, v and w are three functions of x, prove that
d by dx of u into v into w is equal to uv into dw by dx plus vw into du by dx plus w into u into dv by dx. In two methods. ഒന്നാമത്തത് by using repeated application of product tool. Second method by using logarithm. അപ്പോൾ ഈ റിസൾട്ട് രണ്ട് മെത്തേഡിൽ പ്രൂവ് ചെയ്യണം. ഒന്ന് റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടൂൾ, നമുക്ക് പ്രൊഡക്റ്റ് ടൂൾ മാത്രം മതി. പിന്നെ ലോഗിന്റെ സഹായത്തോടെയും ഇത് ചെയ്യാം. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടൂൾ എന്താണ്? ഫസ്റ്റ് മെത്തേഡ് കേട്ടോ, d by dx of the product u into v into w. തൽക്കാലം നമ്മള് u into v നെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്ക്, w നെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കും. അപ്ലൈ ദ പ്രൊഡക്റ്റ് ടൂൾ. ഫസ്റ്റ് uv into d by dx of w പ്ലസ് സെക്കൻഡ് w into d by dx of u into v. പ്രൊഡക്റ്റ് ടൂൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തു. റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടൂൾ നമ്മളോട് പറഞ്ഞു. ഇതാ ഇവിടെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം പ്രൊഡക്റ്റ് ടൂൾ. അപ്പൊ ഇത് uv into dw by dx plus w all into, again പ്രൊഡക്റ്റ് ടൂൾ റിപ്പീറ്റ് ചെയ്യാം. u ഫസ്റ്റും v സെക്കൻഡും എടുത്തിട്ട്, അപ്പൊ u into dv by dx plus v into du by dx. ആ ബ്രാക്കറ്റ് ഒന്ന് തുറന്നാൽ കഴിഞ്ഞു. uv into dw by dx plus w into u into dv by dx plus vw into du by dx. ഇതെന്നെ കിട്ടണ്ടേ? മൂന്ന് ടേം നോക്കിയാൽ ഇത് തന്നെ കിട്ടണ്ടേ? അപ്പൊ നമ്മൾ റിപ്പീറ്റ് അപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഉള്ളത് ചെയ്തു. ഇനിയിപ്പോ ഇത് ലോഗരിതം ഉപയോഗിച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അതെങ്ങനെയാ ലോഗരിതം ഉപയോഗിച്ച് ചെയ്യാം? അപ്പൊ നമുക്കൊരു പേരിടാം. ലെറ്റ് y is equal to u into v into w. അപ്പൊ dy by dx ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ലോഗ് എടുക്കാൻ പോവാ നമ്മൾ, കാരണം ലോഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. log y is equal to log of u into v into w. That is ലോഗിന്റെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കുമ്പോൾ log y is equal to, ഇതെന്താണ്, ഓരോരുത്തരുടെയും ലോഗ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ log u പ്ലസ് log v പ്ലസ് log w. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x, 1 by y dy by dx ആണ് ഇവിടെ വരിക. ഇവിടെ 1 by u du by dx, x കൊണ്ടാ ചെയ്യുന്നത്. സെക്കൻഡിൻ്റെത് 1 by v dv by dx പ്ലസ് തേർഡിൻ്റെത് 1 by w dw by dx. Therefore dy by dx is equal to, ഈ y ക്രോസ് ചെയ്യുമ്പോൾ y all into 1 by u du by dx plus 1 by v dv by dx plus 1 by w into dw by dx. y ആരാടാ? u into v into w. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to u into v into w into 1 by u into du by dx plus 1 by v into dv by dx plus 1 by w into dw by dx. ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ, ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് തുറന്നോളൂ. അപ്പോ that is equal to u into v into w into 1 by u. അപ്പൊ u കട്ടാവുമ്പോ vw into du by dx പ്ലസ് രണ്ടാമത്തേലേക്ക് u vw into 1 by v into dv by dx. അപ്പൊ v ആണ് അവിടെ ക്യാൻസൽ ആവുക. u vw into 1 by v v ക്യാൻസൽ ആയി പോകും.
അപ്പോ യു ഡബ്ല്യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് മൂന്നാമത്തേന് തുറക്കുമ്പോ യു വി ഡബ്ല്യു ഇൻറ്റു 1/w. അപ്പൊ ഡബ്ല്യു ക്യാൻസൽ ആവും. യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഇതന്നെയല്ലേ നമ്മളെ 3 ടേം നേരത്തെ വന്നത്. ഓർഡർ അങ്ങോട്ട് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പ്ലസ് അല്ലേ. യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇവിടെ ഉണ്ട്, വി ഡബ്ല്യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഇവിടെ ഉണ്ട്. ഒന്ന് വെളിയില്ല, കറക്റ്റ് 3 ടേം തന്നെയാണ്. രണ്ട് രീതിയിൽ ചെയ്തു. ലോഗരിതം എടുത്ത് ചെയ്തു, എക്സ്റ്റൻഷൻ ഓഫ് പ്രൊഡക്റ്റ് റൂൾ അഥവാ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് റൂൾ ചെയ്തു. ഓക്കെ, അപ്പൊ ലോഗുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻഷിയേഷൻ ആയി വരുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഇമ്പോർട്ടന്റ് സെക്ഷനിലേക്ക് വരുന്നത് ബോർഡ് എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് ഡിഫറൻഷിയേഷൻ ഓഫ് പാരാമെട്രിക് ഫങ്ഷൻസ്. പാരാമെട്രിക് ഫങ്ഷൻസ് എന്താണ് ഈ പാരാമെട്രിക് ഫങ്ഷൻസ്? അവിടെ ഒരു പ്രത്യേക ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നു, ഡിവൈഡ് ബൈ ഡി എക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഒരു കേസിൽ എക്സും വൈ ഒക്കെ പാടെ മിക്സ് ചെയ്തൊരു ഇക്വേഷൻ തന്നു, അതിന്ന് ഡിവൈഡ് ബൈ ഡി എക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോഗ് എടുത്ത് ലോഗിന്റെ സഹായത്തോടെയും എക്സും വൈ ഒക്കെ പാടെ കണക്ട് ചെയ്ത് തരുമ്പോൾ ലോഗിന്റെ സഹായത്തോടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷനിൽ വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സിനെ വൈന്റെ ഫംഗ്ഷൻ ആയിട്ട് തരുന്നതിന് പകരം എക്സും വൈയും പുതിയ ഒരു വേരിയബിളിന്റെ ഒരു മൂന്നാമത്തെ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് തരാം. എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് അനദർ വേരിയബിൾ. ആ വേരിയബിൾ ടി എന്നാണല്ലോ വേറെ ലെറ്റർ ഉപയോഗിക്കാം. അപ്പൊ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. Y is also function of the same variable t. X is equal to f of t, y is equal to g of t. ഇങ്ങനെ തരുന്നു. ഇങ്ങനെ തന്നാൽ ഈ ഇക്വേഷൻസിനെ പറയാ പാരാമെട്രിക് ഇക്വേഷൻസ്. ടീനെ പറയാ പാരാമീറ്റർ. ടി ഒരു വേരിയബിൾ ആണ് കേട്ടോ. അപ്പൊ if x and y are functions of another variable t, t is called parameter and these two equations are called parametric equations. നമുക്ക് ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുക ഡിവൈ ബൈ ഡി എക്സ് കാണാൻ പറയാം. അപ്പൊ നിങ്ങൾ ആദ്യം ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ടീനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ടീനെ കളഞ്ഞിട്ട് എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ എക്സും വൈയുടെ ഒരു കണക്ഷൻ കിട്ടും. അതിന്ന് ഡിവൈ ബൈ ഡി എക്സ് കാണാൻ നമുക്കറിയാം. അങ്ങനെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എക്സും വൈയും ടീന്റെ ടേംസിൽ തരുമ്പോ ആ ഇക്വേഷൻസ് ടീനെ എപ്പോഴും അങ്ങനെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അതൊക്കെ ഭയങ്കര ടഫാവും എലിമിനേഷൻ ഒക്കെ. അപ്പൊ നിങ്ങൾ ടീനെ എലിമിനേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. ഫൈൻഡ് ഡിവൈ ബൈ എക്സ് ആണെങ്കിൽ നിങ്ങൾ ടീനെ എലിമിനേറ്റ് ചെയ്യുന്ന ടീയിൽ തന്നെ ഡിവൈ ബൈ എക്സിനെ കണ്ടാൽ മതി. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കുക. എന്താ ഈ ഡിവൈ ബൈ എക്സിന്റെ മീനിങ്? ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ചെയിൻ റൂൾ പ്രകാരം വൈനെ എക്സ് കൊണ്ട് ചെയ്യുന്നതിന് പകരം വൈനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്, ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ടീനെ കൊണ്ടുവന്നത്, വൈനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ടീനെ എക്സ് കൊണ്ട് ചെയ്താൽ മതി. ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിവൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. നമ്മൾ യു ആയിരുന്നു അവിടെ ഉപയോഗിച്ചത്, അതിന് പകരം അവിടെ ടി ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. ഇത് തന്നെയാണ് ഡിവൈ ബൈ ഡി ടി അങ്ങനെ വെക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് റെസിപ്രോക്കൽ കണക്ഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡി ടി ബൈ ഡി എക്സ് ഇസ് സെയിം ആസ് 1 ബൈ ഡി എക്സ് ബൈ ഡി ടി. സോ ആസ് എ ക്വോഷ്യന്റ് ഇറ്റ് ഈസ് ഡിവൈ ബൈ ഡി ടി ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ഡിനോമിനേറ്ററിൽ. ഡിവൈ ബൈ ഡി ടി ഇൻറ്റു 1 ഡിവൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഈ സെക്ഷനിൽ ഉപയോഗിക്കുന്നത്. dy by dx is equal to dy by dt divided by dx by dt. അപ്പൊ എക്സും വൈയും വേറൊരു വേരിയബിൾ ടിയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ dy by dx കിട്ടാന് dy by dt കാണാ, dx by dt കാണാ, അത് രണ്ടും സെപ്പറേറ്റ് കണ്ടതിന് ശേഷം dy by dt by dx by dt. അതിനെ വേണമെങ്കിൽ നമുക്ക് dy by dt പറയുമ്പോ അത് g dash t ആണ്. g dash t divided by dx by dt പറയുമ്പോൾ അത്
എഫ് ഡാഷ് ടി ആണ്. ഈ ഫോർമുല ശ്രദ്ധിച്ചു നോക്കണം ഈ സെഷനിൽ. എന്താണ് അപ്പോ? ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് എ തേർഡ് വേരിയബിൾ ടി, dy by dx can be obtained from the formula dy by dx equal to dy by dt by dx by dt. അപ്പോ പാരാമീറ്റർ തീറ്റ ആണെങ്കിലോ, ഈ തീറ്റ ഇസ് ദ പാരാമീറ്റർ, ടിക്ക് പകരം തീറ്റ ആണ് ഉപയോഗിച്ചതെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ഇഫ് തീറ്റ ഇസ് ദ പാരാമീറ്റർ, ആ കേസിൽ dy by dx is equal to ടിക്ക് പകരം തീറ്റ ഉപയോഗിക്കുക, dy by d theta by dx by d theta. അത് ക്വസ്റ്റ്യനില് തീറ്റ ആണോ ടി ആണോ, ഇപ്പൊ ആൽഫയുടെ പാരാമീറ്റർ എങ്കിൽ dy by d alpha by dx by d alpha, അത് അതിനനുസരിച്ചിട്ട് അപ്പൊ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസിലേക്ക് വരാം. എക്സാമ്പിൾ ഫസ്റ്റ് വൺ, x is equal to a into t square, y is equal to 2a into t. Find dy by dx. Find dy by dx പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ടീനെ എലിമിനേറ്റ് ചെയ്ത് സമയം കളയാനൊന്നും പോകണ്ട. തന്നത് എക്സും വൈയും ടിയിലാണ്. ഇതിലിപ്പോ എ എന്താണെന്നൊരു സംശയം ഉണ്ടാവും. എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എക്സ് എ ടി സ്ക്വയർ, വൈ 2at, ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല. dy by dx equal to dy by dt by dx by dt. അപ്പൊ dx by dt ഇവിടുന്ന് അത് d by dt of a t square, അത് a കോൺസ്റ്റന്റ് into d by dt of t square, അത് 2t ആവും, അത് 2at കൊടുക്കട്ടെ. dy by dt is equal to d by dt of 2at, അത് 2a into t നെ t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആവും, അത് 2a. Therefore, by parametric differentiation formula, dy by dx equal to dy by dt by dx by dt. അതുപോലെ dy by dt ന്യൂമറേറ്ററിൽ dx by dt ഡിനോമിനേറ്ററിൽ. ആദ്യം കിട്ടിയ മേലെ എഴുതുന്നത്, ആദ്യം കിട്ടിയ dx by dt ആണ്, dy by dt 2a ആണ്. അപ്പൊ അത് 2a ഡിവൈഡഡ് ബൈ 2at വരും. 2a മേലിന്തായും ക്യാൻസൽ ആവും. 1/t is the answer. എളുപ്പല്ലേ? എക്സാമ്പിൾ 2. Find dy by dx when x equal to 4t, y equal to 4 by t. x equal to 4 into t, y equal to 4 by t, dy by dx വേണം. അപ്പൊ ആദ്യം dx by dt, d by dt of 4t, അത് 4 into d by dt of t 1 ആണ്, അപ്പൊ അത് 4. dy by dt, d by dt of 4 by t equal to 4 into d by dt of 1 by t. 4 into the d by dt of 1 by t, d by dx of 1 by x minus 1 by x square. അപ്പൊ d by dt of 1 by t minus 1 by t square, അത് minus 4 by t square. Okay, therefore dy by dx ആണ് ആവശ്യപ്പെട്ടത്. dy by dx equal to dy by dt by dx by dt equal to minus 4 by t square divided by dx by dt കിട്ടിയത് 4 ആ, അവിടെ 4 ആ കിട്ടിയത്. That is equal to ഈ 4 cancel ആവുമ്പോ minus 1 by t square, minus 1 divided by t square ആണ് എന്റെ ലാസ്റ്റ് ആൻസർ. ഒറ്റ പ്രോബ്ലം കൂടി. If third one, if x equal to a into theta plus sin theta, y equal to a into 1 minus cos theta, find dy by dx. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, here the parameter is theta. അപ്പൊ നമ്മൾ ആദ്യം x ഇതാ, y ഇതാ, dx by d theta, അത് d by d theta of a into theta plus sin theta
എ പുറത്തേക്ക് വരും ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. എ ഇൻറ്റു തീറ്റനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, എക്സിനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 1, അപ്പൊ തീറ്റനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, സൈൻ തീറ്റനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് തീറ്റ. ഇത് ഇവിടെ നിൽക്കട്ടെ, ഡി എക്സ് ബൈ ഡി തീറ്റ. ഇനി ഡി വൈ ബൈ ഡി തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ is equal to d by d theta of a into 1 minus cos theta എന്നാണ് y. a കോൺസ്റ്റന്റ് പുറത്തു വരും, d by d theta of 1 minus cos theta. പറയ്, a കോൺസ്റ്റന്റ് into a into 1 കോൺസ്റ്റന്റ് അതിനെ ഏത് വേരിയബിളോട് ഡിഫറൻഷിയേറ്റ് ചെയ്താലും 0, 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് cos theta തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇത് പ്ലസ് സൈൻ തീറ്റ ആവും, അഥവാ എ സൈൻ തീറ്റ. Therefore നമുക്ക് വേണ്ടത് dy by dx ആണ്. dy by dx equal to dy by d theta by dx by d theta. That is equal to a sin theta ന്യൂമറേറ്ററിൽ വരും, a sin theta divided by dx by d theta കിട്ടിയത് a into 1 plus cos theta. a കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം, sin theta divided by 1 plus cos theta. അങ്ങനെ വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഈ ആൻസർ ചിലപ്പോൾ ഒന്നും കൂടി മാറ്റി വെച്ചിട്ടുണ്ടാവും, ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടാവും. sin theta can be written as 2 sin theta by 2 cos theta by 2. 1 plus cos theta 2 cos square theta by 2. 1 plus cos theta 2 cos square theta by 2. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു 2 cos squareലെ ഒരു കോസും ന്യൂമറേറ്ററിലെ കോസും ക്യാൻസൽ ആയി പോകും. എന്താ ബാക്കിയുള്ളത്? That is equal to sin theta by 2 divided by cos theta by 2 equal to tan theta by 2. tan theta by 2 എന്നെത്തിക്കാം. കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് പാരാമെട്രിക് ഡിഫറൻഷിയേഷനിൽ ചെയ്യാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഈ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.